കറൻ്റിലുള്ള ഹൈപ്പ് വെച്ചിട്ട് എല്ലാവർക്കും സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്കും DMs കുറേ വരാറുണ്ട് എങ്ങനെ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സിൽവറിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള 5 മെത്തേഡ് പറഞ്ഞുതരാം. പിന്നെ ഞാൻ സിൽവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഡു യുവർ റിസർച്ച് ആൻഡ് ദെൻ ഓൺലി ഇൻവെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് ഫിസിക്കൽ സിൽവർ മേടിക്കുക. ഇങ്ങനെ മേടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ജ്വല്ലറീസിനായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാം. പക്ഷേ ഇതിൽ വരുന്ന കാച്ചസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ മേക്കിംഗ് ചാർജസ് കൊടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ പ്യൂരിറ്റി അതും മാറ്റർ ചെയ്യും. അതിൻ്റെ ഒരു ഐഡിയൽ ഗ്രേഡ് പറയുന്നത് 999 ഗ്രേഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജും സേഫ്റ്റിയും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാവും. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത് സിൽവർ ETFസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമിൽ നിന്നും മേടിക്കാൻ പറ്റും. സിൽവർ ഹോൾഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫണ്ട്സിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഓരോ യൂണിറ്റും ഫിസിക്കൽ സിൽവർ ഹോൾഡ് ചെയ്യുന്ന ഓരോ ഫണ്ടാവും, അതിലാവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മേക്കിംഗ് ചാർജ്, സ്റ്റോറേജിന്റെ ഹെഡേക്സ് ഒന്നും വരില്ല. നമ്മുടെ സാധാ ഡിമാറ്റ് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ബൈയും സെല്ലും ചെയ്യാനും പറ്റും. ഈ മൂന്നാമത്തെ മെത്തേഡാണ് സിൽവറിന്റെ ബോൺസ് മേടിക്കൽ. അല്ലെ എക്സ്ചേഞ്ചസോ അല്ലെങ്കിൽ പ്രൊഡക്ട്സോ സിൽവറിന്റെ പ്രൈസിനനുസരിച്ചുള്ള ബോൺസ് നമുക്ക് അഷ്യൂർ ചെയ്ത് തരും. അതിന്റെ എക്സ്പോഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ സിൽവർ പ്രൈസ് ആവും. സിൽവറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചും ഈ ബോണ്ടിൻ്റെ വാല്യൂം വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഇൻട്രസ്റ്റും കൊടുക്കേണ്ടി വരും. ഇനി നാലാമത്തെയാണ് ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ സിൽവർ. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് ഗ്രാംസിൽ സിൽവർ മേടിക്കാൻ പറ്റും. ഓൾസോ ഇവിടെ സ്റ്റോറേജും വിഷയമില്ല, നമുക്ക് ഡിജിറ്റലി സ്റ്റോർ ചെയ്യാനും സെൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ഫിസിക്കൽ സ്റ്റോറേജ് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി മെത്തേഡും കൂടിയാണ്. ഇനി അവസാനത്തെ അഞ്ചാമത്തെ മെത്തേഡാണ് സിൽവർ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ കമ്മോഡിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സിൽവർ എക്സ്പോഷർ ഉള്ള അഗ്രി മെറ്റൽ ഫണ്ട്സോ അല്ലെങ്കിൽ കമ്മോഡിറ്റി ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ത്രൂ ആവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതൊരു ലോങ് ടേം ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടും ലോങ് ടേം ആയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സിൽവറിന് ഹൈപ്പ് ഉണ്ട്, പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള റൈറ്റ് മെത്തേഡ് വഴി തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക.